കടത്തനാട് ഫ്ലവർ ഷോ 16 മുതൽ വടകര കൃഷ്ണകൃപ കല്യാണ മണ്ഡപത്തിന് സമീപത്തെ മൈതാനത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഇൻ കേരളം, ഫോപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി. വൈകിട്ട് 4 മണിക്ക് വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ പി കെ ശശി ഉദ്ഘാടനം ചെയ്യും. കൺസ്യൂമർ സ്റ്റാളുകൾ, ഭക്ഷ്യമേള, അമ്യൂസ്മെന്റ് പാർക്ക്, കാർഷിക പ്രദർശനം, വിപണനം എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. വിവിധയിനം ചെടികളുടെയും തൈകളുടെയും വിൽപ്പനയും ഉണ്ടാകും. വളം നിർമ്മാതാക്കളായ ഇഫ്കോയുടെ സ്റ്റാളുകളും പ്രദർശനത്തിലുണ്ട്. പ്രദർശനം വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. പ്രവേശന ഫീസ് 50 രൂപ. ന്യൂസ് ഇൻ കേരളം 3 വർഷങ്ങൾക്ക് മുൻപ് വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ലണ്ടൻ ബ്രിഡ്ജിലൂടെ യൂറോപ്യൻ സ്ട്രീറ്റിലേക്ക് എന്ന് പറഞ്ഞ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. അതൊരു വൻ വിജയമായ എക്സിബിഷനായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ കൂടെ വടകരയിലൊരു ഫ്ലവർ ഷോ, കടത്തനാട് ഫ്ലവർ ഷോ 2026 എന്ന പേരിൽ ഫ്ലവർ ഷോയും കൺസ്യൂമർ സ്റ്റാളുകളും അമ്യൂസ്മെൻറ്റും ഭക്ഷ്യമേളയും ഗെയിംസും ഒക്കെയായി ഒരു വലിയ വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കുക. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മെയ് 16 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ പി കെ ശശി നിർവഹിക്കുകയാണ്. ഫ്ലവർ ഷോ എന്നതിനപ്പുറം ഫ്ലവർ ഷോ ഒരുക്കിയിട്ടുണ്ട്. ആ ഫ്ലവർ ഷോയിൽ പ്രദർശനം മാത്രമല്ല, വിവിധ ഇനത്തിൽപ്പെട്ട ചെടികളുടെയും കാർഷിക മേഖലയിലുള്ള നല്ല തൈകളുടെയും വിൽപ്പന ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ വളം നിർമ്മാതാക്കളായ ഇഫ്കോയുടെ സെയിൽസ് സ്റ്റാള് കൂടെ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണം, പരമ്പരാഗതമായ വളം രീതികളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ രീതിയിലുള്ള വളങ്ങൾ കർഷകന്മാർക്ക് മനസ്സിലാക്കാനും അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാനും അവസരം ലഭിക്കും. വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ക്ലബ്ബ് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി വി പി ബൈജു, വൈസ്മെൻ ക്ലബ്ബ് ഖജാഞ്ചി ടി സതീഷ് ബാബു, എക്സിബിഷൻ കോർഡിനേറ്റർ പി എം മഹേഷ്, തിരുവള്ളൂർ മുരളി, എം കെ കുഞ്ഞി മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു.